നമസ്കാരം. ന്യൂസ് അറ്റ് 10 ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. വനിതാ മതിലിന് അടിസ്ഥാനം ശബരിമല യുവതീ പ്രവേശന വിധിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വനിതാ മതിൽ വർഗസമര കാഴ്ചപ്പാടിന് എതിരല്ല എന്നും അദ്ദേഹം പറഞ്ഞു. വനിതാ മതിൽ സൃഷ്ടിക്കുന്നതിന് ഇടയായ സാഹചര്യം സ്ത്രീ പുരുഷ തുല്യത എന്ന ഭരണഘടനാ തത്വം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. മുത്തലാഖ് വിവാദത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി നൽകിയ വിശദീകരണം തൃപ്തികരമാണെന്ന് ലീഗ് നേതൃത്വം. മുസ്ലിം ലീഗ് ദേശീയ രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ് ഇക്കാര്യം അറിയിച്ചത്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നടപടി സ്വീകരിക്കില്ല എന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും വിവാദങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത വേണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. വനിതാ മതിലിന് താൻ എതിരില്ല എന്ന് വി.എസ്. അച്യുതാനന്ദൻ. പുരുഷാധിപത്യത്തിൽ നിലനിൽക്കേണ്ടവരല്ല സ്ത്രീകളെന്ന് ബോധ്യപ്പെടുത്താനാണ് വനിതാ മതിലെന്നും വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ വിമർശനങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു വി.എസ്. വർഗസമരത്തെക്കുറിച്ച് താൻ പറഞ്ഞത് മതിലിന് എതിരാണെന്ന് കാനം തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും വി.എസ്. അച്യുതാനന്ദൻ ആരോപിച്ചു. മാവോയിസ്റ്റുകൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയെന്ന് DGP ലോക്നാഥ് ബെഹ്റ. പാലക്കാട്, വയനാട്, കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിമാർക്കാണ് അന്വേഷണത്തിന് ചുമതല. കണ്ണൂരിൽ മാവോയിസ്റ്റുകളെ കണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കണ്ണൂർ അമ്പായത്തോട്ടിൽ ആയുധങ്ങളുമായി ജനങ്ങൾക്കിടയിലൂടെ മാവോയിസ്റ്റുകൾ ശനിയാഴ്ച പ്രകടനം നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് DGPയുടെ നടപടി. വിഖ്യാത ചലച്ചിത്രകാരൻ മൃണാൾ സെൻ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. കൊൽക്കത്തയിലെ ഭവാനിപൂരിലെ വസതിയിൽ ഇന്ന് ഉച്ചയോടെയായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. സത്യജിത് റേയുടെയും ഋതിക് ഘട്ടക്കിന്റെയും സമകാലികനായ മൃണാൾ സെൻ ഇന്ത്യൻ നവതരംഗ സിനിമയുടെ തുടക്കക്കാരിൽ ഒരാളായിരുന്നു. നിരവധി ദേശീയ അന്തർദേശീയ അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നു. ജനുവരി 14-നാണ് മകരവിളക്കും മകരജ്യോതി ദർശനവും. അതേസമയം ശബരിമലയിലെ നിരോധനാജ്ഞ ജനുവരി 5 വരെ നീട്ടി. തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരി നട തുറന്ന് ശ്രീകോവിലിലെ ദീപങ്ങൾ കൊളുത്തി. പിന്നീട് 18-ാം പടി ഇറങ്ങി ആഴി തെളിയിച്ച ശേഷമാണ് ഭക്തരെ പടി കയറ്റി വിട്ടു തുടങ്ങിയത്. ഉച്ചയ്ക്ക് 2 മുതലാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടത്. തിങ്കളാഴ്ച പുലർച്ചെ 3 മണി മുതൽ നെയ്യഭിഷേകം ആരംഭിക്കും. 18-ന് രാവിലെ 10 മണി വരെ നെയ്യഭിഷേകത്തിന് അവസരമുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര ജനുവരി 12-ന് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. ജനുവരി 19-ന് ദീപാരാധന വരെയാണ് തീർത്ഥാടകർക്ക് അയ്യനെ തൊഴാൻ കഴിയുക. 20-ന് രാവിലെ 7 മണിക്ക് തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് നട അടയ്ക്കും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.